ജി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഗുരുതര ആരോപണങ്ങളുമായി ജീവനക്കാർ വസ്ത്രത്തിൽ പിടിച്ചുവലിക്കുകയും പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആരോപണം. ജീവനക്കാർ ഉയർത്തുന്നത് കഴമ്പില്ലാത്ത ആരോപണങ്ങളാണെന്നും വിഷയത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും ജി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. ദിയ കൃഷ്ണയുടെ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ തട്ടിക്കൊണ്ടുപോകൽ പരാതിയിലെ എഫ്ഐആറിലെ വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കൃഷ്ണകുമാർ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും പണം നൽകിയില്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ജീവനക്കാരികളുടെ ആരോപണം. കൃഷ്ണകുമാർ വസ്ത്രത്തിൽ പിടിച്ചുവലിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു. ലൈംഗികാരോപണങ്ങളിൽ തെളിവുകൾ പുറത്തുവിടട്ടെയെന്നും പോലീസ് തിടുക്കത്തിലാണോ തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന് സംശയമുണ്ടെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു. ഈ ആരോപണങ്ങളും എഫ്ഐആറും ഒക്കെ ക്വാഷ് ചെയ്യാൻ നമുക്ക് ഇവിടെ കോടതികളുണ്ട്, നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. തെളിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സമൂഹത്തിൽ തിരിച്ചറിവുള്ളവർക്കെതിരെ എന്തും ആരോപിക്കാം. അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു ന്യായത്തിൻ്റെ ഭാഗത്തുനിന്നൊരു അന്വേഷണം നടക്കും. അതിനോട് എന്നും മുഖ്യമന്ത്രി ഓഫീസിനോട് കടപ്പെട്ടിരിക്കുന്നു. 69 ലക്ഷം രൂപ ജീവനക്കാർ കവർന്ന സംഭവത്തിൽ മകളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. പരാതിക്കാരായ 3 പേർ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിച്ചു. ആദ്യഘട്ടങ്ങളിൽ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും ലാഘവത്തോടെ കണ്ടതാണ് പ്രശ്നമായത്. പണം തിരികെ ലഭിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. ഒപ്പം കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടതാണ് ജാതി അധിക്ഷേപ ആരോപണം ഉന്നയിക്കാൻ കാരണമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കൃത്യമായി കുഴപ്പങ്ങളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ ജാതി കാർഡ് എടുത്ത് ഉപയോഗിക്കും. ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ്. ഈ കുട്ടികൾ സാധാരണ വീട്ടിലെ കുട്ടികളാണ്. ഇവർക്ക് അതിനുള്ള ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ പിന്നിൽ അല്ലെ തന്നെ ഇപ്പോൾ ആലോചിക്കുക, ഈ സ്റ്റേഷനിലൊട്ടി കുട്ടികളെ കൊണ്ടുവന്നതൊക്കെ ആരോ 2 പേര് അവർ പറഞ്ഞു കൊടുക്കുന്ന കുട്ടി പ്രകാരം ഈ കുട്ടി സംസാരിക്കുന്നു. കൃഷ്ണകുമാർ നൽകിയ സാമ്പത്തിക ക്രമക്കേട് കേസിൽ ജീവനക്കാർ വീഴ്ച സമ്മതിക്കുന്ന കൂടുതൽ തെളിവുകൾ കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു. കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലൂടെയും കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിലവിൽ ഇരുവിഭാഗത്തിനെതിരെയുമുള്ള കേസുകളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. സാമ്പത്തിക തിരിമറി നടന്നു എന്ന വിലയിരുത്തലിലാണ് പോലീസ്. ഡിഐയുടെയും ജീവനക്കാരുടെയും അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം. CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം കൃഷ്ണകുമാറിന്റെ വിശദീകരണത്തിൽ പരാതിക്കാർ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.